എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന മാത്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് ആണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് അല്ല കേട്ടോ, നമുക്ക് വേഗം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേഗം ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം പഠിച്ചു വയ്ക്കുക. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1 മുതൽ എണ്ണുന്നതാണ് അല്ലേ, 1 2 3 അങ്ങനെ അങ്ങ് പോകും, അതാണ് എണ്ണൽ സംഖ്യ. പിന്നെയുള്ളത് അഖണ്ഡ സംഖ്യ, നമുക്ക് ഇംഗ്ലീഷ് അറിയായിരിക്കും പക്ഷെ മലയാളം പഠിച്ചു വയ്ക്കുക. അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞാൽ 0 കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒപ്പം ഒരു 0 കൂടെ കൂട്ടുമ്പോഴാണ് നമ്മൾ അതിനെ ഹോൾ നമ്പേഴ്സ് ആയിട്ട് പറയാം. അപ്പോൾ 0 1 2 3 അങ്ങനെ അങ്ങ് പോകുന്നതാണ് അഖണ്ഡ സംഖ്യ. അപ്പോൾ സിമ്പിളായിട്ട് ആലോചിക്കാം, ഈ അഖണ്ഡേനകത്ത് ഈ ഗാ മാറ്റി കഴിഞ്ഞാൽ അണ്ട എന്നുള്ള രീതിയിൽ എടുക്കാം അല്ലേ. അപ്പോൾ മൊട്ട, അപ്പോൾ 0 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭാജ്യ സംഖ്യയാണ്. അഭാജ്യ സംഖ്യ അതായത് ആ നമ്പറും 1 മാത്രമായിരിക്കും അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്. ഇപ്പോൾ സപ്പോസ് 5ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 5 × 1 ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. വേറെ ഏതെങ്കിലും നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടോ? ഇല്ല. അപ്പോൾ ആ നമ്പറും 1 മാത്രമായിരിക്കും അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരിക. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 7, 11 ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അടുത്ത കോമ്പോസിറ്റ് നമ്പേഴ്സ്, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് 8 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് 2 × 4 ചെയ്താൽ 8 കിട്ടും, 8 × 1 ചെയ്താൽ കിട്ടും അല്ലേ. അപ്പോൾ ആ നമ്പറും 1 മാത്രമല്ല വേറെ നമ്പേഴ്സൊക്കെ അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരാം. അതിനെയാണ് നമ്മൾ പറയുന്നത് കോമ്പോസിറ്റ് നമ്പേഴ്സ്, അതായത് ഭാജ്യസംഖ്യ. അപ്പോൾ അഭാജ്യ സംഖ്യ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് ആണ്, ആ നമ്പറും 1 മാത്രമായിരിക്കും അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതായത് ഇതുപോലത്തെ ചോദ്യങ്ങൾ നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. അതായത് 0 മുതൽ 50 വരെയുള്ള സംഖ്യകളിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര, ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ ഒരു നമ്പർ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഏതാ നമ്പർ? 4422 3223 21. അതായത് 44ൻ്റെ ഹാഫ് 22, അങ്ങനെ ആലോചിക്കാമല്ലോ. 4422 പിന്നെ 32 എടുക്കുക. ആ 32നെ തിരിച്ചിടുമ്പോൾ നമുക്ക് 23 കിട്ടും. അപ്പോൾ 32 23 21 ഇങ്ങനെ അങ്ങ് പഠിക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ 10 20 30 അങ്ങനെ 100 വരെ എഴുതുക കേട്ടോ. 100 വരെ 30 40 50 60 70 80 90 100 ഇങ്ങനെ 100 വരെ എഴുതുക. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 0 മുതൽ 50 വരെ. അപ്പോൾ 0 ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ 0 ഉണ്ടെന്ന് വിചാരിക്കുക. 0 മുതൽ 50 വരെ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ 50. 50ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 3 ആണ്. അപ്പോൾ 0 മുതൽ 50 വരെ എന്ന് പറയുമ്പോൾ 0 കൂട്ടണ്ട, അത് കഴിഞ്ഞിട്ടുള്ള ഇത്രയും വാല്യൂസ് തമ്മിൽ അങ്ങ് കൂട്ടുക കേട്ടോ നമ്മൾ. അപ്പോൾ എത്ര കിട്ടും? 4 + 4 8 8 + 2 10 + 2 12 + 3 15 എന്ന് പറഞ്ഞ് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇപ്പോൾ സപ്പോസ് 70 to 90 ഇതിനിടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര എന്നുള്ള ചോദ്യമാണെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്നെ കണ്ടുപിടിക്കുക. 70 to 90 എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ 70, ഇതാണ് നമ്മുടെ 90. അപ്പോൾ 70 എന്ന് പറഞ്ഞിട്ടുള്ള ആ നമ്പർ നമ്മൾ കൂട്ടണ്ട, ബാക്കിയുള്ള 2 നമ്പേഴ്സ് നമ്മൾ അങ്ങ് കൂട്ടുക. അപ്പോൾ എത്ര വരും? 3 + 2 അല്ലെ, 80 90 തമ്മിൽ അങ്ങ് കൂട്ടുക. അപ്പോൾ 3 + 2 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ 5 കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഈ നമ്പർ മറക്കണ്ട, 4422 3223 21. ഇനി അടുത്ത് നമുക്ക് ശരാശരി അല്ലെങ്കിൽ ആവറേജിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എന്താ ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മൊത്തം തുക ബൈ എത്ര എണ്ണം ഉണ്ട് അല്ലെ, എണ്ണം എന്ന് പറയുന്നതാണ് ശരാശരി. അപ്പോൾ തുക ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഡിവിഷനാണ്. അപ്പോൾ ഇതിങ്ങോട്ട് പോയി കഴിയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക. ശരാശരി ഇൻറ്റു എണ്ണമാണ് തുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കോളൂ. n എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ ഇങ്ങനെ കണ്ടുപിടിക്കുക. ആ കൊടുത്തിട്ടുള്ള നമ്പർ +1/2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ് കേട്ടോ. അപ്പോൾ n + 1/2 എന്നുള്ളതാണ് n എണ്ണൽ സംഖ്യകളുടെ ശരാശരി. തുടർച്ചയായിട്ടുള്ള n ഒറ്റ സംഖ്യകളുടെ ശരാശരി എങ്ങനെ കണ്ടുപിടിക്കുക? അത് n തന്നെയാണ്. അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ ശരാശരി ചോദിക്കുകയാണെങ്കിൽ അത് n തന്നെയായിരിക്കും. അതേസമയം n ഇരട്ട സംഖ്യകളുടെ തുടർച്ചയായിട്ടുള്ള n ഇരട്ട സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n + 1 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി ആണെങ്കിൽ n + 1/2, n ഒറ്റ സംഖ്യകളുടെ ശരാശരി ആണെങ്കിൽ n-ഉം n ഇരട്ട സംഖ്യകളുടെ ശരാശരി ആണെങ്കിൽ n + 1. ഇനി അടുത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കൺസെപ്റ്റും കൂടെ നോക്കാം, ഈ ആവറേജിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഇത് എവിടെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഗ്രൂപ്പിനകത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, എന്നിട്ട് അതിനകത്ത് നിന്ന് ഒരാൾ പോയി പകരം വേറൊരാൾ വന്നു. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുടെ ഭാരം എത്ര, അല്ലെങ്കിൽ വയസ്സ് എത്ര, അല്ലെങ്കിൽ മാർക്ക് എത്ര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിന് ഞാനൊരു ഫോർമുല എഴുതാം, എന്നിട്ട് ഞാൻ അതിന് കോഡൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റാക്കി തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. അതായത് പുതിയതായിട്ട് ന്യൂ പേഴ്സൺ ആണ് കേട്ടോ. പുതിയതായിട്ട് ഒരാൾ വന്നു എന്ന് വിചാരിക്കുക, ന്യൂ പേഴ്സൺ. പുതിയതായിട്ടൊരാൾ വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് PG ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? നോ
നോ ഡ. നമ്മൾ ഡ എന്നൊക്കെ പറയില്ല, അങ്ങനെ നോ ഡ എന്നുള്ള രീതിയിലാണ് നമ്മുടെ കോഡ്. ഇനി ഇത് എവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 5 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. 5 കുട്ടികൾ. ഈ 5 കുട്ടികളുടെ ശരാശരി മാർക്ക്, ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 88 വിചാരിക്കുക. എന്നിട്ട് 100 മാർക്ക്, 5 കുട്ടികളുണ്ട്, അവരുടെ ആവറേജ് മാർക്ക് 88 ആണ്. അതിൽ 100 മാർക്ക് കിട്ടിയിട്ടുള്ള ഒരു കുട്ടി ഈ ഗ്രൂപ്പിൽ നിന്ന് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ 100 മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടി പോയി, ഇല്ല, അതാണ് ഞാനിവിടെ ഇൻറ്റൂട്ട് വെച്ചേക്കണേ കേട്ടോ. പകരം വേറൊരു കുട്ടി വന്നു. ആ പുതിയതായിട്ട് ഒരു കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഈ ആവറേജ് മാർക്ക് 2 കുറഞ്ഞു. എത്ര കുറഞ്ഞ്? 2 കുറഞ്ഞു കേട്ടോ. ആവറേജ് മാർക്ക് 2 കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള കുട്ടിയുടെ മാർക്ക് എത്ര എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കിട്ടിയോ? ഒന്നുകൂടെ പറയാം. ഒരു ക്ലാസ്സിൽ 5 കുട്ടികളുണ്ടായി, അവരുടെ ആവറേജ് മാർക്ക് 88 ആണ്. അതിൽ 100 കിട്ടിയിട്ടുള്ള ഒരു കുട്ടി ഈ ഗ്രൂപ്പിൽ നിന്ന് പോയി, പകരം വേറൊരു പുതിയൊരു കുട്ടി വന്നു. അങ്ങനെ ആ പുതിയ കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഈ ആവറേജ് 88 എന്നുള്ളത് 2 കുറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള കുട്ടിയുടെ മാർക്ക് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് നമ്മുടെ ഈ ഫോർമുല. ഇനി നോക്കിക്കോളൂ, NP എന്ന് പറഞ്ഞാൽ പുതിയ കുട്ടിയുടെ, ന്യൂ പേഴ്സൺ ആണ് കേട്ടോ, മാർക്ക് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇത് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ NP എന്ന് ഞാനിവിടെ എഴുതി. ഇനി PG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ ഗോൺ, അതായത് പോയിട്ടുള്ള പോയിട്ടുള്ള കുട്ടിയുടെ മാർക്ക് എത്രയാ? 100 ആണ്. അപ്പോൾ ഞാൻ 100 എന്ന് എഴുതി. പ്ലസ് NO എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികളുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്, നമ്പറാണ്. എത്ര കുട്ടികളാണ്? 5 പേര്. അപ്പോൾ 5 എന്ന് എഴുതി. ഇൻറ്റു DA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജിൻ്റെ ഡിഫറൻസ് ആണ്, ഡിഫറൻസ് ഇൻ ആവറേജ് ആണ്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, 2 ആണ് കുറഞ്ഞത് അല്ലേ? 88 എന്നുള്ളത് 2 കുറഞ്ഞു. അപ്പോൾ ആ ഡിഫറൻസ് എത്രയാ? 2 കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളൊരു -2 കൂടെ ഇട്ട് വയ്ക്കണം. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, ശ്രദ്ധിച്ചോളൂ. 100 പ്ലസ് നമ്മുടെ ബോർഡ് മാസ് റൂൾ ചെയ്യുക. അപ്പോൾ 5 × -2 -10 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ 90 ആണ്. അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള കുട്ടിയുടെ മാർക്ക് എത്രയാണ്? 90 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർമുല പഠിച്ചു വയ്ക്കുക. NP = ന്യൂ പേഴ്സൺ എന്ന് പറയുന്നത്. PG ഉണ്ടോ? നമ്മൾ പറഞ്ഞു നോ ഡ. ഇതൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് വേഗം ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് HCFനെയും LCFനെയും ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഫോർമുലാസ് നോക്കാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ കഴിഞ്ഞ പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഉസാഗ എന്ന് പറഞ്ഞാൽ എന്താ? HCF ആണ്. HCF × LCM എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആണ്. അപ്പോൾ 2 നമ്പേഴ്സ് ഉണ്ട്, അതിലൊരു നമ്പർ N1 മറ്റേ നമ്പർ N2. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുല പഠിച്ചു വയ്ക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത ഭിന്നസംഖ്യകളുടെ ലസാഗു എങ്ങനെ കണ്ടുപിടിക്കുക? അംശങ്ങളുടെ ലസാഗു ബൈ ഛേദങ്ങളുടെ ഉസാഗ. അതായത് ന്യൂമറേറ്റേഴ്സിൻ്റെ LCMഉം ഡിനോമിനേറ്ററിൻ്റെ HCFഉം. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഭിന്നസംഖ്യകളുടെ LCM ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ LCM തന്നെയായിരിക്കണം ന്യൂമറേറ്ററിലും എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഉസാഗയാണ്, ഭിന്നസംഖ്യകളുടെ ഉസാഗ ചോദിക്കുകയാണെങ്കിൽ അംശങ്ങളുടെ ഉസാഗ HCF തന്നെ വേണം. നമ്മൾ ഈ ചോദിച്ചിട്ടുള്ള സാധനം തന്നെയായിരിക്കും മുകളിലും വരിക എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് സമയവും ദൂരവും എന്ന് പറഞ്ഞുള്ള ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് നോക്കാം. അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. ദൂരം എന്ന് പറയുന്നത് വേഗത ഇൻറ്റു സമയം. ഓക്കെ, ഡിസ്റ്റൻസ് = സ്പീഡ് ഇൻറ്റു ടൈം കേട്ടോ. സ്പീഡ് ഇൻറ്റു ടൈം, ഇങ്ങനെയുള്ള ഒരു ഫോർമുല പഠിച്ചു വയ്ക്കുക. ഇത് മാത്രം പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ ഇൻറ്റു ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ സപ്പോസ് സ്പീഡാണ് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഇൻറ്റു അല്ലേ? അപ്പോൾ ഇത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഡിവിഷൻ ആയിരിക്കും. ഇപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരിക്കും. അതേപോലെ തന്നെ ടൈമാണ് ചോദിക്കുന്നതെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആയിരിക്കും. അപ്പോൾ ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് km/hനെ m/s ആക്കണമെങ്കിൽ ഇൻറ്റു 5/18 ചെയ്താൽ മതി കേട്ടോ. km/hനെ m/s ആക്കണമെങ്കിൽ ഇൻറ്റു 5/18. അപ്പോൾ ഇത് മാത്രം പഠിച്ചു വയ്ക്കുക. ഇനി m/s-നെ km/h ആക്കണമെങ്കിൽ ഇൻറ്റു 18/5 വരും. അപ്പോൾ ഒരെണ്ണം പഠിച്ചാൽ മതി, രണ്ടും കൂടെ പഠിച്ചു വയ്ക്കില്ല കേട്ടോ. അടുത്ത ശരാശരി വേഗത. ശരാശരി വേഗതയുടെ ഇക്വേഷൻ 2xy/x+y ആണ്. എന്താണ്? 2xy/x+y. അപ്പോൾ ഇത് എവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമ്മുടെ x എന്ന് പറയുന്നത് ഒരു സ്പീഡ്, y എന്ന് പറയുന്നത് അടുത്ത സ്പീഡ്. അപ്പോൾ നമുക്ക് 2 സ്പീഡ് ഈ ടൈപ്പ് ക്വസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. 2 സ്പീഡ് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഡിസ്റ്റൻസ് സെയിം ആവുന്ന കേസിലാണ് നമ്മൾ ഇതേപോലെയുള്ള ശരാശരി ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഒരാൾ എക്സിൽ നിന്നും വൈയിലേക്ക്, ഇത് വൈ ആണ്, 40 km/h വേഗതയിൽ സഞ്ചരിച്ചു. തിരിച്ച് വൈയിൽ നിന്നും എക്സിലേക്ക്, ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 40 km/h, വൈയിൽ നിന്ന് എക്സിലേക്ക് എത്ര സ്പീഡ്? 60 km/h സഞ്ചരിച്ചു. ആവറേജ് ശരാശരി വേഗതയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 സ്പീഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്റ്റൻസ് സെയിം ആണ്, കാരണം എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും വൈയിൽ നിന്ന് എക്സിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ശരാശരി വേഗത കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോർമുല യൂസ് ചെയ്യാം. ഫോർമുല എന്താ? 2 ×
എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്പീഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പീഡ് 40 ഇൻറ്റു മറ്റേത് 60 ബൈ എക്സ് പ്ലസ് വൈ 60 പ്ലസ് 40. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? 2 ഇൻറ്റു 60 ഇൻറ്റു 40 ഇതൊന്നും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചേക്കരുത് കേട്ടോ. നമുക്ക് വെട്ടാനുള്ളതാണ്. 60 പ്ലസ് 40 100. അപ്പോൾ ഇങ്ങനെ വെട്ടിക്കളയാം. 6 ഇൻറ്റു 4 24 ഇൻറ്റു 2 48 എന്ന് പറഞ്ഞ് കിട്ടും. 48 km/h ആണ് നമ്മുടെ ഇതിൻ്റെ ആവറേജ് വേഗത. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം കേട്ടോ. അടുത്ത കേസിൽ പറഞ്ഞിട്ടുള്ളത് 2 സ്പീഡ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 സമയവും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത് ഡിസ്റ്റൻസ് ദൂരം ചോദിച്ചേക്കാണ് കേട്ടോ. 2 സ്പീഡും 2 സമയവും കൊടുത്തിട്ട് ദൂരം കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ യൂസ് ചെയ്യേണ്ട ഫോർമുലയാണ് S1 ഇൻറ്റു S2 ബൈ S1 മൈനസ് S2 ഇൻറ്റു ടൈം ഗ്യാപ്പ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു വിദ്യാർത്ഥി വീട്ടിൽ നിന്ന് കോളേജിലേക്ക് 4 km/h വേഗതയിൽ പോയപ്പോൾ എത്ര മിനിറ്റ്? 5 മിനിറ്റ് നേരത്തെ എത്തി. ഇപ്പോൾ 5 മിനിറ്റ്സ് ഏർലി, നേരത്തെ എത്തി കേട്ടോ. അതേസമയം 3 km/h വേഗതയിൽ പോയി കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയ? 5 മിനിറ്റ് വൈകി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്കൂളിലേക്ക്, അത് കോളേജിലേക്കുള്ള ദൂരം, വീട്ടിൽ നിന്ന് കോളേജിലേക്കുള്ള ദൂരം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? അത് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്പീഡ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ബൈ സ്പീഡുകൾ തമ്മിലുള്ള വ്യത്യാസം ബൈ സമയം തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ S1 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 2 സ്പീഡ് കൊടുത്തിട്ടുണ്ട്, 2 സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പീഡ് തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ, ബൈ സ്പീഡുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എത്രയാണ്? വലുത് മൈനസ് ചെറുത് ചെയ്താൽ മതി. അപ്പോൾ 4 - 3 ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഇനി ടൈം ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണം ഏർലി, ഒരെണ്ണം നേരത്തെ എത്തി, ഒരെണ്ണം വൈകി എത്തി. അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഈ സമയങ്ങൾ തമ്മിൽ അങ്ങ് കൂട്ടിയാൽ മതി. അപ്പോൾ 5 + 5 നമുക്ക് 10 കിട്ടും. 10 മിനിറ്റ്സ് കിട്ടും കേട്ടോ. 10 മിനിറ്റ്സ് ആണ്. ഇവിടെ എന്തായിരുന്നു നമ്മുടെ യൂണിറ്റ്? ഇവിടെ km/h അല്ലേ, മണിക്കൂറല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ മണിക്കൂറാക്കണം. ഇത് മണിക്കൂറിലായതുകൊണ്ട് ഇവിടെ നമ്മൾ മണിക്കൂറിലോട്ടാക്കണം. അപ്പോൾ 10/60 എന്ന് പറഞ്ഞ് ചെയ്യാം. അപ്പോൾ ഇത് മണിക്കൂറായി. ഓക്കെ, ഇനി തമ്മിൽ വെട്ടിക്കളഞ്ഞു. ഇവിടെ എത്ര വരും? ഈ 3നെ നമുക്ക് 2 ആക്കാം. 2 ഇൻറ്റു 2, അതായത് 2 കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ ഡിസ്റ്റൻസ്. അപ്പോൾ കോളേജും വീടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ചോദിക്കുകയാണെങ്കിൽ 2 കിലോമീറ്റേഴ്സ് കിട്ടിയോ? അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കേട്ടോ. 2 സ്പീഡും 2 സമയം കൊടുത്തിട്ടുണ്ടോ, എന്നിട്ട് ദൂരം ചോദിക്കുമ്പോൾ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് വേഗം ആൻസർ കിട്ടും. മറ്റത് എങ്ങനെയായിരുന്നു? 2 സ്പീഡ് കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ശരാശരി വേഗത ചോദിക്കുമ്പോഴാണ് നമ്മൾ 2xy ബൈ എക്സ് പ്ലസ് വൈ എന്നുള്ള ഫോർമുല യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ടൈപ്പ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഒരു സ്കൂൾ ബസ് സ്കൂളിൽ നിന്ന് 1 മണിക്ക് പുറപ്പെട്ടു. ഓക്കെ, അതിൻ്റെ സ്പീഡും കൊടുത്തിട്ടുണ്ട് 25 km/h എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു ബസ് 3 മണിക്ക് പുറപ്പെട്ടു, അതിൻ്റെ സ്പീഡ് കൊടുത്തിട്ടുണ്ട് 30 km/h എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും സ്കൂളിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ബസ്സുകൾ ഏത് സമയത്താണ് വന്ന് കണ്ടുമുട്ടുക എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ 2 സമയം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 സ്പീഡ് കൊടുത്തിട്ടുണ്ട്. ഇവർ കണ്ടുമുട്ടുന്ന സമയം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ആദ്യത്തെ ബസ്സിൻ്റെ സ്പീഡ് ഇൻറ്റു സമയം തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. സമയം തമ്മിലുള്ള വ്യത്യാസം ബൈ സ്പീഡ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആദ്യത്തെ സ്പീഡ് എത്രയാ? ഇവിടെ 25 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സമയം തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. അപ്പോൾ ഒരെണ്ണം 3 മണിക്കും ഒരെണ്ണം 1 മണിക്കല്ലേ. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 2 ആണ് വരിക. അപ്പോൾ ഇവിടെ ഞാൻ 2 എന്ന് എഴുതി. ഇനി സ്പീഡ് തമ്മിലുള്ള വ്യത്യാസം, വലുത് മൈനസ് ചെറുത്. അപ്പോൾ വലുത് 30 - 25 5 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 10 ആണ്. അതായത് 10 മണിക്കൂറിന് ശേഷമായിരിക്കും ഈ 2 ബസ്സുകൾ തമ്മിൽ മീറ്റ് ചെയ്യുക. അതായത് 3 മണിക്കല്ലേ രണ്ടാമത്തെ ബസ്. അപ്പോൾ 3 മണിയുടെ ഒപ്പം ഒരു 10ഉം കൂടെ ചേർക്കുക കേട്ടോ. അപ്പോൾ എത്ര കിട്ടും? 13 എന്ന് പറഞ്ഞാൽ 1 മണിയാണ്. അപ്പം 1 AM ഇവർ മീറ്റ് ചെയ്യുന്നത്. കേസിൽ എങ്ങനെയായിരുന്നു? നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഡിസ്റ്റൻസ്, ദൂരം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. 2 സ്പീഡും 2 സമയം കൊടുത്തിട്ട് ദൂരം കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ S1 ഇൻറ്റു S2 ബൈ സമയം സ്പീഡ് തമ്മിലുള്ള വ്യത്യാസം ഇൻറ്റു ടൈം ഗ്യാപ്പ് ചെയ്യുക. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. ഇപ്പോൾ 2 വണ്ടികൾ ഒരേ ഡയറക്ഷനിലാണ് പോണേന്ന് വിചാരിക്കുക, ഒരേ ദിശയിലാണ് പോണെങ്കിൽ അവരുടെ സ്പീഡ് തമ്മിൽ നമ്മൾ കുറയ്ക്കണം കേട്ടോ. ഒരേ ദിശയിലാണെങ്കിൽ സ്പീഡ് തമ്മിൽ കുറയ്ക്കാം. അതേസമയം ഓപ്പോസിറ്റ് ദിശയിലാണെങ്കിൽ അവരുടെ സ്പീഡ് തമ്മിൽ നമ്മൾ കൂട്ടുക. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് കേട്ടോ, മാറിപ്പോകരുത്. ഡിഫറൻ്റ് ആണെങ്കിൽ കൂട്ടുക, സെയിം ആണെങ്കിൽ കുറയ്ക്കുക. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇപ്പോൾ ഒരു ട്രെയിൻ ഒരു പാലം കടന്നു, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ക്രോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന കേസിൽ നമ്മളെപ്പോഴും ഈ ട്രെയിനിൻ്റെ നീളവും പാലത്തിൻ്റെ നീളവും തമ്മിൽ നമ്മൾ കൂട്ടിയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്. അത് മറക്കരുത് കേട്ടോ. അതേസമയം വെറുതെ ഒരു പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് ട്രെയിനിൻ്റെ നീളം മാത്രം എടുത്താൽ മതി. പക്ഷേ ഈ പാലം ക്രോസ് ചെയ്തു അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ ലെങ്ത്തും പാലത്തിൻ്റെ ലെങ്ത്തും തമ്മിൽ കൂട്ടിയിട്ട് വേണം കണ്ടുപിടിക്കാൻ.
ഇനി അടുത്ത് നമുക്ക് ലാഭവും നഷ്ടവും ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് നോക്കാം. ലാഭം, അതായത് പ്രോഫിറ്റ് നമുക്ക് എപ്പോഴാണ് കിട്ടുക? നമ്മളിപ്പോൾ ഒരു സാധനം 50 രൂപയ്ക്ക് വാങ്ങിച്ചു, എന്നിട്ട് അത് 100 രൂപയ്ക്ക് വിറ്റു അല്ലേ? അപ്പോൾ വിറ്റ വില വാങ്ങിയ വിലയേക്കാളും വലുതാകുമ്പോഴാണ് നമുക്ക് ലാഭം കിട്ടുക. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഫോർമുല, വിറ്റ വില മൈനസ് വാങ്ങിയ വില. അപ്പോൾ ഇതായിരിക്കും വലുത്. അപ്പോൾ വിറ്റ വില മൈനസ് വാങ്ങിയ വില. നഷ്ടം എപ്പോഴാണ് വരിക? അതായത് വാങ്ങിയ വിലയായിരിക്കും വിറ്റ വിലയേക്കാളും കൂടുതലായിട്ട് വരും. അപ്പോൾ വാങ്ങിയ വില മൈനസ് വിറ്റ വില. ഇനി ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ലാഭം അല്ലെങ്കിൽ നഷ്ടമൊക്കെ കണക്കാക്കുന്നത് വാങ്ങിയിട്ടുള്ള വില വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ലാഭ ശതമാനം ചോദിക്കുകയാണെങ്കിൽ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ശതമാനം എന്ന് പറയുമ്പോൾ നമ്മൾ 100 ചെയ്യുമല്ലോ, ഇൻറ്റു 100. നഷ്ടമാണെങ്കിലും ഇതേപോലെ തന്നെ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. ഇനി അടുത്ത 2 ഫോർമുലാസും കൂടെ ഒന്ന് പഠിക്കാം കേട്ടോ. അതായത് വിറ്റ വില എന്ന് പറയുന്നത് 100 പ്ലസ് ലാഭ ശതമാനം ബൈ 100 ഇൻറ്റു വാങ്ങിയ വില. അതേപോലെ തന്നെ വാങ്ങിയ വില കണ്ടുപിടിക്കുന്നത് 100 ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു വിറ്റ വില. ഓക്കെ, അപ്പോൾ ഈ 2 ഫോർമുലാസും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ലാഭം വിറ്റ വില മൈനസ് വാങ്ങിയ വില, നഷ്ടം വാങ്ങിയ വില മൈനസ് വിറ്റ വില. ലാഭ ശതമാനം നഷ്ട ശതമാനം നമ്മൾ വാങ്ങിയ വിലയിലായിരിക്കും കണ്ടുപിടിക്കുക, CPയിലായിരിക്കും കണ്ടുപിടിക്കുക. അപ്പോൾ ലാഭം ബൈ CP ഇൻറ്റു 100, നഷ്ടം ബൈ CP ഇൻറ്റു 100. പിന്നെ ഈ 2 ഫോർമുലാസും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കേസ് നോക്കാം. ഇപ്പോൾ ഒരു സംഖ്യയുടെ X% കൂട്ടി അതിനുശേഷം Y% കൂട്ടി. അങ്ങനെയാണെങ്കിൽ വർധനവ് കണ്ടുപിടിക്കാനാണ് ചോദ്യം എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? X + Y + XY / 100. കാരണം രണ്ടും കൂട്ടിയേക്കാണ്. അപ്പോൾ രണ്ടും നമ്മളിവിടെ പ്ലസ് ഇട്ട് കൊടുക്കുക കേട്ടോ, രണ്ടും പ്ലസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ X + Y + XY / 100. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ഒരു സംഖ്യയുടെ ആദ്യം 10% കൂട്ടിയെന്ന് വിചാരിക്കുക, അതിനുശേഷം ഒരു 20% കൂട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ വർധനവ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? രണ്ടും കൂട്ടിയേക്കാണ്. അപ്പോൾ 10 + 20 + 10 × 20 200 ബൈ 100 വരും അല്ലേ? ഇപ്പോൾ ഇത് നമ്മൾ വെട്ടിക്കളയുമ്പോൾ നമുക്ക് 10 + 20 30 + 2 32% വർധനവ് എന്നും പറഞ്ഞ് കിട്ടും. ക്ലിയർ ആയോ? ഇനി അടുത്ത ടൈപ്പ് നോക്കിക്കോ. X% കൂട്ടി അതിനുശേഷം Y% കുറച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താ വ്യത്യാസം വരണേ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ രണ്ടും കൂട്ടിയേക്കായിരുന്നു. അപ്പോൾ രണ്ടും നമ്മൾ പ്ലസ് ആയിട്ട് എടുത്തു. ഓക്കെ, ഇവിടെ ഒരെണ്ണം കൂട്ടി ഒരെണ്ണം കുറച്ചു എന്ന് പറയുകയാണെങ്കിൽ ഈ കുറച്ചിട്ടുള്ള കേസ് നമ്മൾ മൈനസ് ആക്കി എടുക്കുക. അത്ര വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും ആകുമ്പോൾ ഇവിടെ മൈനസ് തന്നെ ആയിരിക്കും വരിക. അപ്പോൾ X - Y - XY / 100 ആണ് അതിൻ്റെ ഫോർമുല. ഇനി വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു ചോദ്യം ചോദിക്കാം. അതായത് ആദ്യം 20% കൂട്ടി, അതിനുശേഷം 20% കുറച്ചു. അങ്ങനെയാണെങ്കിൽ എന്ത് വ്യത്യാസമാണ് വരിക എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ പലരും വിചാരിക്കും ആദ്യം 20% കൂട്ടി പിന്നെ 20% കുറച്ചു, അപ്പോൾ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല. ടോട്ടൽ വാല്യൂവിൻ്റെ ഒപ്പം 20% ആദ്യം കൂട്ടി, അപ്പോൾ കുറച്ചും കൂടെ വലിയൊരു വാല്യൂ കിട്ടി. എന്നിട്ട് അതിൽ നിന്നാണ് 20% കുറയ്ക്കുന്നത്. അപ്പോൾ അവിടെ വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? 2% ഇതേപോലെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഈ ഫോർമുല അങ്ങ് അപ്ലൈ ചെയ്യുക അല്ലേ? അപ്പോൾ Xൻ്റെ സ്ഥാനത്ത് കൂട്ടി എന്ന് പറയുമ്പോൾ +20 ഇട്ടു, അതുപോലെ തന്നെ കുറച്ചു എന്ന് പറയുമ്പോൾ -20 ഇട്ടു, പിന്നെന്താ പ്ലസ്, പിന്നെ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ +20 × -20. അപ്പോൾ എന്ത് വരും? എന്തായാലും മൈനസ് ആയിരിക്കും വരിക. അപ്പോൾ -20 × 20 ബൈ 100 കൊടുത്തു അല്ലേ? 0 0 ഇവിടെ വെട്ടിക്കളഞ്ഞു. അപ്പോൾ +20 -20 അത് പോയി. -2 × 2. അപ്പോൾ എത്ര കിട്ടും? -4% കുറവ് വന്നിട്ടുള്ളത് കേട്ടോ. മൈനസ് ആയതുകൊണ്ട് നമ്മളതിനെ കുറവെന്നാണ് പറയാം. ഇനി ഇവിടെ തന്നെ ചോദിക്കാൻ പറ്റിയ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിൽ ഞാനിപ്പോൾ 20% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. അതിനുശേഷം ഞാനൊരു 10% വീണ്ടും ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒറ്റ ഡിസ്കൗണ്ട് എത്രയാണെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. അപ്പോൾ ആദ്യം 20% ഡിസ്കൗണ്ട് കൊടുത്തു, അതിനുശേഷം 10% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫോർമുല ഏതാണ്ട് ഈ ഫോർമുല തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് X + Y - XY / 100 ആണ് ഫോർമുല. എന്താണ്? X + Y - XY / 100. അപ്പോൾ X എന്ന് പറഞ്ഞാൽ 20 + 10 - 20 × 10 / 100. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 0 0 ഒക്കെ വെട്ടിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് 30 - 2 28 എന്ന് പറഞ്ഞു കിട്ടും. 28% ആണ് ഒറ്റ ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ കേസ് വരുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ പ്ലസ് X + Y - XY / 100 ആണ്. മറ്റേ കേസിൽ കേട്ടോ, മറ്റേ കേസിൽ രണ്ടും കൂട്ടി എന്ന് പറയുമ്പോൾ രണ്ടും പോസിറ്റീവ് എടുക്കുക, ഒരെണ്ണം കുറച്ചു എന്ന് പറയുമ്പോൾ ആ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് നെഗറ്റീവ് ഇടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് മാത്സിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ മാത്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് മാത്രമായിട്ടുള്ള ഒരു സെഷൻ വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.